ഹലോ ഗായ്സ്, അപ്പം നമ്മൾ മാനാഞ്ചിറ ലേറ്റ് കാണാൻ പോവാണ്. ഇപ്പോൾ എന്തോ കാര്യത്തിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കുരുപ്പിന് സീറ്റ് ഉണ്ടായിട്ടുണ്ട്, മടിയിൽ കയറി കുത്തിയിരിക്കുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ഏകദേശം എല്ലാ ഷോപ്പുകളിലും ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട എല്ലാ ഷോപ്സും LED ലൈറ്റ്സിനോട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ കോഴിക്കോട് ഫുള്ള് ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാനാഞ്ചിറെത്തി പാർക്കിംഗ് സ്ഥലമായിട്ട് പാർക്കിങ്ങിൻ്റെ അവിടെ പോകാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിതാ മാനാഞ്ചിറെത്തി. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനൊക്കെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെടുക്കുക ആദ്യമായിട്ട് കാണാൻ വന്നതാണ് ഞാൻ. ഇതുവരെ മാനാഞ്ചിറ കണ്ടില്ല ഓളെ മൈൻഡിൽ. ഇവളെവിടെയോ പറയാം, ഈ ലൈറ്റ് കാണാനാണോ നമ്മൾ വരുന്നതെന്നാണ് ഓള് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർക്ക് അറിയുള്ളൂ ഉള്ളിൽ കയറിയാനുള്ളൊരു അതിൻ്റെ ഒരു പവറല്ലേ. വണ്ടി എവിടെയാണുള്ളത് കേസ്, നമ്മൾ ഇത്ര നടക്കണമെന്നും പ്രതീക്ഷിച്ചില്ല. നമ്മളിത് ഔട്ടർ സ്റ്റേഷനിലാണല്ലോ ഇനി. നമ്മൾ ക്രിസ്മസ് വെക്കേഷനിൽ എവിടെ പോയില്ലെങ്കിലും മാനാഞ്ചിറ വരാൻ മറക്കണ്ട കേട്ടോ. ഇവളെ എടുത്തിട്ട് തന്നെ ഇസുവിന്റെ അയ്യേ മാനാഞ്ചിറ ഫസ്റ്റ് ടൈം കണ്ടതിന്റെ എക്സ്പീരിയൻസ്. ഓ പുച്ചോ, നമുക്കൊക്കെ ഇത് ഭയങ്കര ഉള്ള കാര്യം, ഭയങ്കര പുച്ചോ. അങ്ങനെ നമ്മൾ മാനാഞ്ചിറ ലൈറ്റൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ മാനാഞ്ചിറ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് എൻ്റെ അനിയത്തി പോകുന്നത്. ഇസുവിനെയും കൊണ്ട് ഇപ്പോൾ മുന്നേ പോയിട്ടോ. നമ്മൾ മാനാഞ്ചിറ ഓക്കെ പാരഗണിൻ്റെ അടുത്തൊക്കെ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പോയിരുന്ന വഴിക്ക് ഫുൾ ലൈറ്റ് ആയിരുന്നു. ബീച്ചിൻ്റെ അടുത്തൂടെ പോയി അങ്ങനെ ഞങ്ങൾ പോയിരുന്ന വഴിക്ക് മന്തിയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും. ബൈ.